സൗദി അറേബ്യ ഖനനത്തിന് പേരുകെട്ട രാജ്യമാണ്. അറേബ്യൻ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകത്തിനെയും ചുറ്റിപ്പറ്റിയാണ്. ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവുമാണ് സൗദി അറേബ്യയിലെ മണ്ണിനടിയിൽ എന്ന് കരുതിയവർക്ക് തെറ്റി. സൗദിയിലെ എണ്ണപ്പാടങ്ങളിൽ മറ്റൊരു നിധി കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഉത്തേജിപ്പിക്കാനായി മറ്റു മാർഗങ്ങളും സൗദി ആലോചിച്ചിരുന്നു. കായിക മേഖലയിൽ സൗദി നടത്തിയ കാൽവയ്പ് ഇതിന് ഉദാഹരണമാണ്. GCC രാജ്യം കേന്ദ്രീകരിച്ചുള്ള വിവിധ ഫുട്ബോൾ ക്ലബ്ബുകളിലാണ് ഫുട്ബോൾ ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും പന്ത് തട്ടുന്നത്. സൗദിയുടെ കായിക മേഖലയിലെ നിക്ഷേപങ്ങൾ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്. 2022 ഖത്തർ ഒളിമ്പിക്സിൽ കരുത്തരായ അർജന്റീനയെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ തോൽപ്പിച്ച് കായിക മേഖലയിലെ രാജ്യത്തിന്റെ കുതിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് അടയാളപ്പെടുത്തിയിരുന്നു. 2034 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നതും സൗദി അറേബ്യയാണ്. ലോകകപ്പ് ഒരുക്കങ്ങൾ മുന്നിൽ നിലനിൽക്കുന്നതിനിടെയാണ് രാജ്യത്ത് ഒരു നിധി കണ്ടെത്തിയിരിക്കുന്നത്. ഈ നിധി സൗദിക്ക് അടിച്ച ലോട്ടറി ആണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. സൗദിയിലെ കടൽ തീരത്തിന് സമീപമുള്ള എണ്ണപ്പാടത്ത് വെളുത്ത സ്വർണം കണ്ടെത്തിയിരിക്കുകയാണ്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ലിഥിയമാണ് എണ്ണപ്പാടത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലുള്ള പെട്രോളിയം പ്രകൃതിവാതക കമ്പനിയായ സൗദി അരാംകോ അഥവാ അരാംകോ എണ്ണപ്പാടങ്ങളിൽ നിന്ന് ലിഥിയം കുഴിച്ചെടുത്തതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. സൗദി അറേബ്യയുടെ ഖനന വകുപ്പ് സഹമന്ത്രിയായ ഖാലിദ് ബിൻ സാലിഹ് അൽ മുദേഹിറും രാജ്യത്ത് ലിഥിയത്തിന്റെ സാന്നിധ്യമുള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എണ്ണപ്പാടങ്ങളിൽ നിന്ന് ലിഥിയം കണ്ടെത്തുകയും പരീക്ഷണാടിസ്ഥാനത്തിൽ കുഴിച്ചെടുത്ത് പരിശോധിക്കുകയും ചെയ്തു. വാണിജ്യാടിസ്ഥാനത്തിൽ രാജ്യത്ത് ഉടൻ ലിഥിയത്തിന്റെ ഖനനം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയായ ലിഹി ടെക്നിക്കാണ് ഖനന പ്രവർത്തനങ്ങളുടെ നേതൃത്വം നൽകുന്നത്. സൗദിയുടെ ഖനന കമ്പനിയായ മഅദിൻ, എണ്ണ കമ്പനിയായ അരാംകോ എന്നിവരും ലിഥിയം ഖനനത്തിൽ പങ്കാളികളാകും. കിങ് അബ്ദുള്ള സർവകലാശാലയാണ് ലിഥിയത്തിന് വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തതെന്നും മന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജ്യത്തെ മറ്റ് പെട്രോളിയം പ്രകൃതിവാതക കമ്പനികളായ എക്സോൺ മൊബിലും ഓക്സിഡന്റൽ പെട്രോളിയവും ലിഥിയത്തിന്റെ ഖനനത്തിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ടെന്നും വാർത്താ ഏജൻസി കൂട്ടിച്ചേർത്തു. ഭൂമിക്കടിയിൽ കാണുന്ന അപൂർവ സംയുക്തമായതിനാൽ ലിഥിയത്തെ വെളുത്ത സ്വർണം എന്നാണ് വിളിക്കുന്നത്. ലോകത്ത് ലഭ്യമായിട്ടുള്ള ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ലിഥിയവും ഇരുമ്പും ചേർന്നുള്ള ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് കാറുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ഫോണുകൾ, ഏജൻസി ലൈറ്റുകൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയിൽ ലിഥിയം ഉപയോഗിക്കാറുണ്ട്. ലിഥിയത്തിന്റെ ബാറ്ററികൾക്ക് ഭാരക്കുറവുണ്ടെന്നതാണ് മറ്റൊരു നേട്ടം. ഇതാണ് സൗദി അറേബ്യയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്.